മുഖ്യമന്ത്രിയും LDFും എന്തും നടത്തിക്കളയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും ഇനി നടക്കില്ല. നല്ല പിള്ളേരുണ്ട്, കോടതിയിൽ അവർ ചോദ്യം ചെയ്യും. അതുകൊണ്ട് സർക്കാരിന്റെ ഈ പണം കട്ടുമുടിക്കാൻ ഇനി അല്പം പുളിക്കും. നവകേരള സദസ്സ് എന്ന പേരിൽ കോടികൾ ദൂർത്തടിച്ച് കളഞ്ഞ സഖാക്കൾ നവകേരള സർവേ എന്ന പേരിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ നല്ല പണി കൊടുത്തത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു പ്രഹസനം ഇവിടെ വേണ്ട എന്ന് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞ് വിജയിപ്പിച്ചത് KSUവിൻ്റെ വിദ്യാർത്ഥി നേതൃത്വമാണ്. അതോടെ മൂട്ടിൽ തീ പിടിച്ച പിണറായിയും സംഘവും സുപ്രീം കോടതിയിലേക്ക് ഓടിപ്പോയത് നമ്മൾ കണ്ടിരിക്കുന്നു. അതിനും കോടികൾ വേണമെങ്കിൽ മുടക്കും ഈ സർക്കാർ. നമുക്കറിയാം, ഷുക്കൂറിനെയും ഷുഹൈബിനെയും ശരത്ലാലിനെയും കൃപേഷിനെയും ഒക്കെ കൊന്നു തള്ളിയ കാബാലികന്മാരെ രക്ഷിക്കാൻ വേണ്ടി കോടികൾ ചെലവാക്കിയവർക്ക് ഇതിനും പണത്തിന് പഞ്ഞമൊന്നും കാണില്ല. പക്ഷേ ആശാവർക്കർമാർക്ക് നക്കാപ്പിച്ച കൊടുക്കുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ വിമ്മിഷ്ടം കാണാനാകുന്നത്. സുപ്രീം കോടതിയിലും തകർത്ത് കളയാൻ തന്നെയാണ് KSU നേതൃത്വത്തിൻ്റെ തീരുമാനം. അതായത് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിലെ ഹർജിക്കാരുടെ നിർണായക നീക്കം നടന്നിരിക്കുകയാണ്. ആ ഹർജിക്കാർ എന്ന് പറയുന്നത് KSUവിൻ്റെ നേതൃത്വമാണ്. സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തുള്ള കിടിലൻ നീക്കമാണ് പരാതിക്കാർ നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, അതുപോലെ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് എന്നിവർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിലുള്ള ഇടപെടലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന തങ്ങളുടെ വാദം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കാവൂ എന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ വളരെ മാന്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, നവകേരള സർവേ എന്ന പേരിൽ നടത്താൻ തീരുമാനിച്ച പ്രഹസനം ഖജനാവ് കൊള്ളയടിച്ച് വേണ്ട എന്നും പറഞ്ഞ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അതിവേഗത്തിലാണ് സുപ്രീം കോടതിയിലേക്ക് പാഞ്ഞുപോയത്. കോടിക്കണക്കിന് രൂപ ഈ അവസാന സമയത്ത് തട്ടിച്ചെടുക്കാൻ കഴിയാതെ പോകുമോ എന്നൊരു വേവലാതിയിൽ സർവേ റദ്ദാക്കിയ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ 24 മണിക്കൂറിനുള്ളിലാണ് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ ഓടിപ്പോയി അപ്പീൽ സമർപ്പിച്ചത്. എന്നാൽ തങ്ങളെ കൊള്ള നടത്താൻ അനുവദിക്കാത്ത ഈ ഹൈക്കോടതി വിധിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിണറായി സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ക്യാബിനറ്റിന് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നും അങ്ങനെയൊരു തീരുമാനമെടുത്താൽ തങ്ങളെ കക്കാൻ അനുവദിക്കണമെന്ന് പറയാതെ പറയുകയാണ് സർക്കാർ. എന്നാൽ സർവേ നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് ഹർജിക്കാരും അത് ശരിവെച്ച ഹൈക്കോടതിയും വെറും ഊളകളല്ല എന്ന് തെളിയിക്കാൻ തന്നെയാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് സർക്കാർ നടത്തുന്ന കൊള്ളയാണിത് എന്നറിയാൻ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. അതായത് സ്പെഷ്യൽ PR ക്യാമ്പയിൻ്റെ പേരിൽ 20 കോടി രൂപ അനുവദിച്ചതിൽ റൂൾസ് ഓഫ് ബിസിനസിന്റെ ചട്ടലംഘനം ഉണ്ടായതായി വിലയിരുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കിയത്. പണം അനുവദിച്ചത് ചട്ടലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. കൂടാതെ സർവേ നടത്തിയ രീതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. 2025 ഒക്ടോബർ 8-നാണ് നവകേരള സർവേ നടത്താനുള്ള തീരുമാനം സംസ്ഥാന മന്ത്രിസഭ എടുക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി കേഡർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് അയച്ചിരുന്നു. ഈ കത്ത് ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കി. അതായത് ഇത് പാർട്ടിയുടെ തീരുമാനം സർക്കാരിൻ്റെ ചെലവിൽ നടത്താനുള്ളതായിരുന്നു എന്ന് വളരെ വ്യക്തമാകുന്നു. ഇത് തള്ളിക്കളയാനാകില്ല എന്നതടക്കം കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ്. സർവേക്ക് വേണ്ടിയുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് സഖാക്കന്മാർക്കെല്ലാം ഗോവിന്ദൻ അയച്ചത്. CPM അണികളെ രഹസ്യമായി കയറ്റാനുള്ളൊരു നീക്കം അത് പാർട്ടി നടത്തിയതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. MV ഗോവിന്ദനെ കൂടി ഈ കേസിൽ കക്ഷി ചേർത്തിരുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അങ്ങനെ പൊതുജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നതിന് പുറമെ സർവേ എന്ന പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തയ്യാറായതോടെ ഇനി സുപ്രീം കോടതിയിൽ പോരാട്ടം തുടങ്ങുകയാണ് KSU നേതാക്കൾ. ഇതിൽ ഹർജിക്കാർ വിജയിച്ചാൽ പിണറായി വിജയനും കൊള്ളസംഘത്തിനും കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.